നമസ്കാരം. കശ്മീരിൻ്റെ കാര്യത്തിൽ 370 വകുപ്പ് ഒഴിവാക്കിയ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച് സുപ്രീം കോടതി ഉത്തരവിറക്കിയതിൻ്റെ ചൂടും പുകയും ഒരു ഭാഗത്ത് ഉയരുമ്പോൾ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിൽ വന്ന മറ്റൊരു വിധിയിൽപ്പെട്ട് കിടക്കുകയാണ് നാഷണൽ കോൺഫറൻസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള. വേർപിരിഞ്ഞ ഭാര്യയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുള്ള നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതാണ് ഏറ്റവും പുതിയ തലവേദന. ഒമർ അബ്ദുള്ളയ്ക്ക് വിവാഹമോചനം അനുവദിക്കാൻ വിസമ്മതിച്ച വിചാരണ കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസുമാരായ സഞ്ജീവ് സച്ദേവ, വികാസ് മഹാജൻ എന്നിവരടങ്ങിയ ബെഞ്ച് ശരിവച്ചു. വൈവാഹിക ജീവിതം തിരിച്ചു പിടിക്കാനാവാത്ത വിധം തകർന്നെന്ന് ഒമർ അബ്ദുള്ള ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും കോടതി ആ വാദം സ്വീകരിച്ചില്ല. വിചാരണ കോടതിയുടെ 2016 വിധിയെ ചോദ്യം ചെയ്ത് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി നൽകിയ അപ്പീലിൽ കഴമ്പില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. വേർപിരിഞ്ഞ ഭാര്യ പായൽ താൻ ഭർത്താവിൽ നിന്ന് ക്രൂരതയ്ക്ക് ഇരയായെന്ന് കാണിച്ച് ഒമർ അബ്ദുള്ളയിൽ നിന്ന് നേരത്തെ വിവാഹമോചനം തേടിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഒമർ ഉന്നയിച്ച തന്നോട് ഭാര്യ ക്രൂരത കാണിച്ചു എന്ന മട്ടിലുള്ള ആരോപണങ്ങൾ അവ്യക്തവും അസ്വീകാര്യവുമാണെന്ന് നേരത്തെ കുടുംബ കോടതിയും പറഞ്ഞിരുന്നു. കുടുംബ കോടതിയുടെ വീക്ഷണത്തിൽ ഞങ്ങൾ ഒരു പോരായ്മയും കാണുന്നില്ല എന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. തന്നോടുള്ള ശാരീരികമോ മാനസികമോ ആയ ക്രൂരതയെന്ന് വിളിക്കാവുന്ന ഒരു പ്രവൃത്തിയും തെളിയിക്കാൻ അപ്പീൽക്കാരന് കഴിഞ്ഞിട്ടില്ലെന്നും അതിൽ അയാൾ പരാജയപ്പെട്ടുവെന്നും വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി പറഞ്ഞു. 2016 ഓഗസ്റ്റ് 30 വിവാഹമോചനം ആവശ്യപ്പെട്ട് അബ്ദുള്ള നൽകിയ ഹർജി നേരത്തെ വിചാരണ കോടതിയും തള്ളിയിരുന്നു. വിവാഹമോചനത്തിനുള്ള കാരണമായി പറഞ്ഞ ക്രൂരത അല്ലെങ്കിൽ വേർപിരിയൽ എന്നിങ്ങനെ തൻ്റെ അവകാശവാദങ്ങൾ തെളിയിക്കാൻ അബ്ദുള്ളയ്ക്ക് കഴിഞ്ഞില്ലെന്ന് വിചാരണ കോടതിയും കണ്ടെത്തിയിരുന്നു. 1994 വിവാഹിതരായി 2 ആൺകുട്ടികളുള്ള ഒമറും പായലും 2009 മുതൽ വേർപിരിഞ്ഞാണ് കഴിയുന്നത്. ജമ്മു കശ്മീർ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്ന ഉടനെ കുടുംബം 2ആയി കഴിയുന്ന കേസിൽ ഹൈക്കോടതി വിധിയും എതിരായി വന്നത് ഒമർ അബ്ദുള്ളയ്ക്ക് ഡൽഹിയിൽ നിന്നും കിട്ടിയ ഇരട്ട പ്രഹരമായിരിക്കുകയാണിപ്പോൾ.